Welcome to Zen Smile. ഇന്നൊരു ഓറഞ്ച് കേക്ക് ആയാലോ? വളരെ വേഗത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുമായി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു ഓറഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് തോലോട് കൂടി കട്ട് ചെയ്യണം. കുരു കളയണേ. തോല് ചേർക്കുന്നത് കൊണ്ട് കഴിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ കട്ട് ചെയ്ത ഓറഞ്ച് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിടാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കണം. ഇതിനു പകരമായി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കോ 1/2 കപ്പ് തൈരോ യൂസ് ചെയ്യാം. ഇനി വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അര കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കപ്പളവ് പാത്രമില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം. അത് വെച്ച് എല്ലാതും അളന്നെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഈ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി തരിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ കട്ടപിടിക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു മൗൾഡ് എടുക്കാം. ഇതുപോലത്തെ മൗൾഡ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യാം. ബേക്കിംഗ് പേപ്പറിന് പകരം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് A4 ഷീറ്റാണ്. അത് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് മേലെ കുറച്ച് ഓയിലും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരുന്ന കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേൽഭാഗം ഒന്ന് ലെവലാക്കിയതിനു ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്കൊരു ഫയർ സ്റ്റാൻഡ് വെക്കാം. ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിന്റെ മൗൾഡ് വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ലോ മീഡിയം ഫ്ലെയിമിൽ 35-40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ച് ഇത് റെഡി ആയോ എന്ന് നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടണം. ഇത് നന്നായി ചൂടാറുവോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്കാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.